അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ഒരുത്ത പുതിയ വസ്ത്രം ധരിച്ചാൻ കണ്ടെങ്കിൽ എന്നിട്ട് അവൻ ധരിക്കുമ്പോൾ ചൊന്ന അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇങ്ങനെ ഒരു മനുഷ്യൻ ചൊന്നേൻ കണ്ടെങ്കിൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് മുന്തി ചെയ്തതൊക്കെ അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കറാൻ. അപ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്നിങ്ങനെ ചൊല്ലാം. ഏതൊരു നല്ല കാര്യത്തും ബിസ്മി ചൊല്ലണം. അത് പുതിയതോ പലതാവട്ടെ, നല്ല കാര്യം തുടങ്ങുന്നതൊക്കെ ബിസ്മില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതെല്ലാ നല്ല കാര്യത്തെ തുടക്കത്തിലുണ്ട്. അപ്പൊ ബിസ്മില്ല, എന്നിട്ട് ബിസ്മി ചെന്നിട്ട് അവൻ ഇങ്ങനെ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ, ഈ വസ്ത്രം തന്ന, ഈ വസ്ത്രത്തിനക്ക് ധരിപ്പിച്ചു തന്ന അള്ളാഹുവിനാണ് ഹംദ് ചൊല്ല. വറസഖനീഹി, അത് അവൻ തന്ന എനക്ക്, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, നന്റെ വക്കൽ നിന്ന് ഒരു ശക്തിയുമില്ല, അതിലെ തപ്പാട്ട് ഒരു തെറുമില്ല, അതിലെ വലിച്ചെടുക്കൊരു താക്കത്തുമില്ല, ഒരു കഴിവും നക്കില്ല, എല്ലാം അവൻ തന്നതായിട്ടിക്കര്, അവൻ തന്ന ആ അള്ളാഹുവിനാണ് ഹംദ് ചൊല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി ചൊന്നാൻ കണ്ടെങ്കിൽ അവൻ മുന്തി ചെയ്ത ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിലപ്പുറം വിവരിക്കട്, പുതിയ വസ്ത്രവും പുതിയ ചെറുപ്പും അല്ലെങ്കിൽ ഇതുപോലത്തത് പുതിയതൊക്കെ ഉപയോഗമാക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്നിട്ട് അവിടെ ഹദീസ് കൊണ്ടുകൊണ്ട് ഈ മേൽ ചൊന്ന ബിസ്മിയും ഹംദും ഇതെല്ലാം ചൊന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ അതിലെ പേര് ചൊല്ലും. അത് തലക്കെട്ടെങ്കിൽ തലക്കെട്ട്, കമീസെങ്കിൽ കമീസ്, അല്ലെങ്കിൽ മേൽ തട്ടാണെങ്കിൽ അത്, എന്നിട്ട് അതിലെ ചൊന്നിട്ട് അതിലെ പേര് ചൊന്നിട്ട് നബി തങ്ങൾ പിന്നെ ചൊല്ലുന്നത് അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിയ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിയ ലഹു. അപ്പോൾ അല്ലാഹുവിന്റെ ദ്വാരക്കടെ, പടച്ചവനെ നിക്ക് ഞാൻ ഹംദ് ചൊല്ല, അൻത കസൗതനീഹി, ഈ വസ്ത്രത്തെ ധരിപ്പിച്ചത് നീ നക്ക്, അസ്അലുക ഖൈറഹു, ഈ വസ്ത്രത്തെ ഖൈർ ഞാൻ നിന്നോട് കേൾക്കട്ടെ, വ ഖൈറ മാ സുനിയ ലഹു, ഏതൊരു ഖൈറുക്ക് വേനായിട്ടോ ആ വസ്ത്രത്തെ ഉണ്ടാക്കപ്പെട്ടത് ആ ഖൈറും ഞാൻ നിന്നോട് കേൾക്കട്ടെ, വഅഊദു ബിക മിൻ ശർരിഹി, ആ വസ്ത്രത്തെ ഷർറിൽ നിന്ന് നിന്നോട്ട് ഞാൻ കാവൽ കേൾക്കട്ടെ, വശർരി മാ സുനിയ ലഹു, ഏതൊരു ഷർറുക്ക് വേനായിട്ട് അതിൽ പടക്കപ്പെട്ടോ അതിലെ ഷർറിൽ നിന്നും ഞാൻ നിന്നോട്ട് കാവൽ കേൾക്കട്ടെ എന്ന്. അപ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചൊന്നുകൊണ്ടിരുന്നത് അള്ളാഹുറൊട്ടിക്ക് അതിലെ ഖൈറിടെ കേൾക്കരെ, അതിലെ ഷർറിൽ നിന്ന് അള്ളാഹുറൊട്ടിയെ കാവൽ കേൾക്കരെ. പിന്നെ ഹദീസിൽ കാണാം, ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ മാ ഉവാരി ബിഹി ഔറതി വ തജമ്മലു ബിഹി ഫി ഹയാതി എന്ന് അവൻ ചൊന്നാൻ കണ്ടെങ്കിൽ എന്തായിട്ട് അതിനർത്ഥ, നക്ക് ഔറത്ത് മറക്കുകു, അതുപോലെ നിന്റെ ഹയാത്തിൽ നക്ക് ഭംഗിയാവുകു വസ്ത്രം തന്ന അള്ളാഹു ഗായിട്ടിക്കട് ഞാൻ ഹംദ് ചൊല്ലെ, ആ അള്ളാഹുടെ ഞാൻ സ്തുതിക്കടെ. എന്നിട്ട് അവൻ പല വസ്ത്രത്തെ അവൻ സ്വതക്കയാക്കിയാൻ കണ്ടെങ്കിൽ അള്ളാഹുടെ കാവൽ അവനായിട്ടിക്കട, അള്ളാഹുടെ രക്ഷയിൽ അവനായിട്ടിക്കട, അള്ളാഹുടെ ദീനിലായിട്ടിക്കട, അള്ളാഹുടെ നേരായ തെരുളായിട്ടിക്കട, ഹയാത്തിലും മൗത്തിലും എന്നും. അപ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം. രണ്ടാമത് അള്ളാഹുടെ സ്തുതിച്ചു ചൊല്ലണം. ആ അള്ളാഹുടെ സ്തുതിച്ചു ചൊല്ലതോടെ മൂന്ന് രീതിയിൽ മൂന്നും കൂടി നമുക്ക് ചൊല്ലുക തീരെ മൂന്നും ചൊല്ലാം. അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അത്തരെങ്കിലും എല്ലാം കൂടി ചൊല്ലുക തിരിഞ്ഞില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അത്തരെങ്കിലും ചൊല്ലാം, അള്ളാഹുടെ സ്തുതിക്കണം. അപ്പൊ ഇതിൽ ഫസ്റ്റത്തെ ഒരു ഹദീസിൽ ചെന്നത് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. രണ്ടാമത്തേതിൽ ആ വസ്ത്രത്തെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അതിലെ ഖൈർ അള്ളാഹുടെ കേൾക്കുന്ന ദുആ ആയിട്ടിക്കട്. അതെന്തരെ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിയ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിയ ലഹു. മൂന്നാമത്തെ ഹദീസിൽ വന്നത് അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബി ഔറതി വ അതജമ്മലു ബിഹി ഫി ഹയാതി എന്നുള്ളത്. വ അതജമ്മലു ബിഹി ഫി ഹയാതി,
അതിൽ ചൊന്നത് പല വസ്ത്രം കൂടി, അതായത് ഒന്ന് പുതിയത് ധരിക്കുമ്പോൾ പലതെന്താക്കണം, സ്വതക്ക കൊടുക്കണം. എന്താ സുമ്മ അമദ ഇല സൗബില്ലദി അഖ്ലഖ, അവൻ പലതാക്കി ആ വസ്ത്രത്തേക്ക് കരുതിയ ഫതസദ്ദഖ ബിഹി, ആ പല വസ്ത്രത്തെ സ്വതക്ക കൊടുത്ത എന്നുള്ളത്. കാന ഫീ ഹിഫ്ളില്ലാ, അല്ലാഹുടെ ഹിഫ്ളായിട്ടിക്കട, വഫീ കനഫില്ല, അള്ളാഹുടെ രക്ഷയിലായിട്ടിക്കട അസ്സവജല്ല, വഫീ സബീലില്ല, അള്ളാഹുടെ തെരുളായിട്ടിക്കട, ഹയ്യൻ അവന്റെ ഹയാത്ത് കാലത്തിലും, മയ്യത്തൻ മയ്യത്തൻ മരിച്ചവനിലും പിന്നെയും, മരിച്ചതിൽ പിന്നെയും, മരണത്തിൽ പിന്നെയും. അപ്പോ എന്താ എന്തില്ല, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹു ഹംദ് ചെന്നിട്ട് ആ പല വസ്ത്രത്തെ സദക്കയാക്കിയാൻ കണ്ടെങ്കിൽ, അപ്പൊ ഞങ്ങൾക്ക് ആവാത്തത് പിന്നെ ഒരാൾക്ക് അത് യൂസാക്കുക ആവറും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കാം, സദക്കയാക്കുക. അത് നല്ലതായിട്ടിക്കട. അപ്പൊ ഞങ്ങൾ ഒന്ന് പുതിയത് കിട്ടുമ്പോൾ ഞങ്ങൾ പലതൊന്നും പിന്നെ ഒരാൾക്ക് കൊടുക്കരുത്. എൻ്റെ ഇപ്പം അങ്ങനെയല്ല, വസ്ത്രങ്ങൾ ഒരുപാടുണ്ട്, എടുത്തൊരു കാലില്ല, അങ്ങനത്തെ ഒരു കാലം വന്നു പോയി അല്ലേ. പല കാലത്ത് അങ്ങനെയല്ല, മനുഷ്യന്മാർക്ക് ചുമ ഇടകൊള്ള ഡ്രസ്സ് അതീതൊന്നും ഇല്ലാത്ത. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് വലിയ ഉപകാരമുള്ള കാലമായിട്ടുണ്ട്. അണ്ട് ഒരു മനുഷ്യർക്ക് ചുമ ഡ്രസ്സ് ഒന്നും ഇല്ലത്. എൻ്റെ അങ്ങനെയല്ല, എൻ്റെ ഇഷ്ടം പോലെ ആളുമാറുണ്ട്. ഖിയാമത്ത് നാലാകുമ്പോൾ ആർക്ക് വേണം കേട്ടുകൊണ്ട് പണ്ടാറുണ്ട് ഇല്ലേ. സദക്ക എടുത്തുള്ള കാലില്ല, കൊടുക്കോ കാലുണ്ട്. സക്കാത്ത് കൊടുക്കോ കാലുണ്ട്, എടുത്തുള്ള കാലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ മാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ കയറ്റിക്കിട്ട് കാലം നീങ്ങിയിട്ടില്ല. പല കാലങ്ങളിലൊക്കെ ഒരു മനുഷ്യർക്ക് ഒരു വസ്ത്രം കിട്ടാൻ ചൊല്ലത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇക്കര് അത് തന്നെ ആയിട്ടിക്കിട്ട് വർഷത്തോളം അങ്ങ് സുധരിച്ചുകൊണ്ട് വേണ്ടേ. അപ്പൊ ഒന്ന് പലത് അങ്ങൊന്ന് അതുപോലത്തതൊന്ന് ഉപയോഗമൊക്കെ ആവുടാക്കത്തൊന്ന് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷം എത്തും. പക്ഷെ എൻ്റെ ഇപ്പം അങ്ങനെയല്ല. കാലം അള്ളാഹു താല നിഅമത്ത് ഏറ്റിക്കൊടുത്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലക്ക് ശുക്ർ ചെയ്യുക ആളുകൊറടിയായിട്ട് വന്ന് നിയമത്തേരിയോട്ട് വന്ന് അള്ളാഹു എല്ലാ കാവൽ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ബിസ്മി ഹംദും ഏത് നല്ല കാര്യത്തും ബിസ്മി ചൊല്ലുക, അള്ളാഹുവിടെ സ്തുതിക്കുക, അള്ളാഹുവിടെ ഖൈർ കേൾക്കുക. അള്ളാഹു സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.